മാധു, ഇത് നേര്യമംഗലം വില്ലഞ്ചിറത്താണ് ഈ അപകടമുണ്ടായത്. പ്രദേശത്ത് ശക്തമായ കാറ്റുണ്ടായിരുന്നു. അതേ തുടർന്നാണ് റോഡിന് സമീപത്തായി ഉണ്ടായിരുന്ന ഒരു വൻ മരം തന്നെയാണ് ഈ കാറിന് മുകളിലേക്ക് കടപുഴകി വീണത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് അപകടത്തിന്റെ വ്യാപ്തി മനസ്സിലാകും. കാറ് പൂർണ്ണമായും തകർന്നു. ഈ തൊട്ട് മുമ്പിൽ മറ്റൊരു മരം കൂടി വീണതിനാൽ സമീപത്തുള്ള ആളുകൾ ഈ ശബ്ദം കേട്ട് കൂടുതൽ ആളുകളെ അവിടേക്ക് രക്ഷാപ്രവർത്തനത്തിന് എത്തിച്ചിരുന്നു. പക്ഷേ ആളുകൾക്ക് ഈ മരം മാറ്റി കാറിൽ ഉണ്ടായിരുന്നവരെ പുറത്തെടുക്കുക എന്നത് പ്രായോഗികമായിരുന്നില്ല. തുടർന്ന് ഫയർഫോഴ്സും JCBയും അടക്കം എത്തിയാണ് ഈ മരം മാറ്റിയ ആളുകളെ പുറത്തെത്തിച്ചത്. അതിൽ ഒരാൾ മരിച്ചു, രാജകുമാരി സ്വദേശിയാണ്. മറ്റു ഒരു കുടുംബത്തിലെ 4 പേരായിരുന്നു ഈ കാറിൽ ഉണ്ടായിരുന്നത്. പോലീസ് ഉദ്യോഗസ്ഥനായ ജോബി ജോൺ, ജോബിയുടെ ഭാര്യ അഞ്ജു, ഒപ്പം തന്നെ ഈ മരണപ്പെട്ട ആളുടെ ഭാര്യ, അങ്ങനെ ഒരു കുടുംബത്തിലെ 4 പേരാണ് കാറിലുണ്ടായിരുന്നത്. അതിലൊരാൾ ഈ അഞ്ജു ഗർഭിണിയാണ്. ഇവരുടെ പരിക്ക് ഗുരുതരമല്ല. ഇവരെ കോതമംഗലം ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട്. ഈ KSRTC ബസ്സിന് മുകളിലേക്ക് മരം വീണിരുന്നു. ബസ്സിന്റെ പിൻഭാഗം പൂർണ്ണമായും തകർന്ന നിലയിലാണ്. പക്ഷേ പിൻ സീറ്റിൽ ആളുകൾ ഉണ്ടായിരുന്നില്ല, യാത്രക്കാർ ഉണ്ടായിരുന്നില്ല എന്നതുകൊണ്ട് തന്നെ ആശ്വാസകരമായി എന്ന് വേണം പറയാൻ. അത്തരത്തിൽ ബസ്സിന്റെ പിൻഭാഗം പൂർണ്ണമായും തകരുകയും ചെയ്തിട്ടുണ്ട്. വലിയ തോതിൽ കാറ്റുണ്ടായിരുന്നു. ഈ ആദ്യഘട്ടത്തിൽ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്കടക്കം അവിടേക്ക് എത്തുന്നതിന് വെല്ലുവിളിയായതും അതാണ്. ഈ മരങ്ങൾ മുറിച്ചു മാറ്റിയായിരുന്നു അവർക്ക് അവിടേക്ക് എത്താൻ കഴിഞ്ഞത്. തൊട്ടു മുമ്പിലുണ്ടായിരുന്ന ബസ്സിലെ യാത്രക്കാരടക്കം രക്ഷാപ്രവർത്തനത്തിന് ശ്രമിച്ചെങ്കിലും ഈ മരം മാറ്റിയ ആളുകളെ പുറത്തിറക്കുക എന്നുള്ളത് ദുഷ്കരമായി. നേരത്തെ നമ്മളോട് സംസാരിച്ച പഞ്ചായത്ത് മെമ്പർ അടക്കം പറഞ്ഞത് അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് ഇത്തരത്തിൽ റോഡിലേക്ക് വലിയ മരം വീഴുന്ന ശബ്ദം കേട്ടു. തുടർന്ന് അദ്ദേഹം തന്നെ പ്രദേശത്തുള്ള മറ്റാളുകളെ കൂടി വിളിച്ചു പറഞ്ഞാണ് കൂടുതൽ ആളുകൾ അവിടേക്ക് എത്തുകയും ഇവരെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നതിനും ഫയർഫോഴ്സിനെ അറിയിക്കുന്നതിനുമൊക്കെ നേതൃത്വം നൽകിയിട്ടുണ്ടായാലും അതിദാരുണമായ സംഭവമാണ്. കാറിന് മുകളിലേക്ക് മരം കടപുഴകി വീണ് ഒരു വയോധികൻ മരണപ്പെട്ടിരിക്കുന്നു. അദ്ദേഹത്തിന്റെ തന്നെ കുടുംബാംഗങ്ങളായ 3 പേരെ, ഒരു ഗർഭിണി ഉൾപ്പെടെ 3 പേരെ പരിക്കുകളോടെ കോതമംഗലം ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട്. ഇവരുടെ പരിക്ക് ഗുരുതരമല്ല, ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നതാണ് ആശുപത്രിയിൽ നിന്ന് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഈ വലിയ ഗതാഗത കുരുക്കുണ്ടായിരുന്നത് കൊണ്ട് അവിടെ നിന്ന് ഏതാണ്ട് 1 മണിക്കൂറോളം ചുറ്റിയാണ് പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ പോലും കഴിഞ്ഞത് എന്നും അവിടെ രക്ഷാപ്രവർത്തനത്തിലൊക്കെ പങ്കെടുത്ത ആളുകൾ പറയുന്നുണ്ടായിരുന്നു. റിയ, അത്രമേൽ വലിയ ഗതാഗത കുരുക്കുണ്ടായിരുന്നു. ഫയർഫോഴ്സിന് പോലും അവിടേക്ക് എത്താൻ കഴിഞ്ഞില്ല. ആദ്യം കുറച്ചു നേരം നിസ്സഹായരായി നോക്കി നിൽക്കാൻ മാത്രമേ നാട്ടുകാർക്ക് പോലും കഴിഞ്ഞുള്ളൂ. അതെ മാധു, ഈ ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. മുമ്പിലുണ്ടായിരുന്ന ബസ്സിലെ അടക്കം യാത്രക്കാരടക്കം സംഭവ സ്ഥലത്തുണ്ടായിരുന്നു. അവർ പുറത്തിറങ്ങി ആളുകളെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം നടത്തി. പക്ഷേ ഈ ക്രെയിനോ അല്ലെങ്കിൽ ഫയർഫോഴ്സോ വന്നാൽ മാത്രമേ യാത്രക്കാരെ പുറത്തെടുക്കാൻ പറ്റൂ എന്നൊരു സ്ഥിതിയായിരുന്നു. ഫയർഫോഴ്സിന് വിവരം അറിയിച്ചു. കോതമംഗലത്ത് നിന്ന് ഫയർഫോഴ്സിന്റെ 3 യൂണിറ്റ് സംഭവ സ്ഥലത്തേക്ക് അതിവേഗം പുറപ്പെട്ടെങ്കിലും അവർക്ക് പോലും എത്താൻ കഴിയാത്ത വിധത്തിൽ ആ നേര്യമംഗലം റോഡിൽ പലയിടത്തായി മരങ്ങൾ കടപുഴകി വീണെത്തുകയായിരുന്നു. അത് മാറ്റിയാണ് ഫയർഫോഴ്സിന്റെ വാഹനവും കോതമംഗലം ആശുപത്രിയിൽ നിന്നുള്ള ആംബുലൻസും അടക്കം ഈ സംഭവ സ്ഥലത്തേക്ക് എത്തിയത്. അതായിരിക്കാം ഒരുപക്ഷെ അവരുടെ ജീവൻ രക്ഷപ്പെടുത്താൻ കഴിയാതെ വന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. ഏതാണ്ട് 1 മണിക്കൂറോളം ഈ സംഭവ സ്ഥലത്ത് ആളുകൾ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇവരെ പുറത്തെത്തിച്ച് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞതെന്നത് സങ്കടകരമാണ്. ശക്തമായ കാറ്റുണ്ടായിരുന്നു. അങ്ങനെ മരങ്ങൾ പലയിടങ്ങളിലായി റോഡിലേക്ക് വീണ്. നേരത്തെ സംസാരിച്ച പഞ്ചായത്ത് മെമ്പർ അടക്കം പറഞ്ഞത് ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ നേരത്തെ തന്നെ വിവരം അറിയിച്ചതാണ്. അപകട സാധ്യതയുണ്ട്, മരങ്ങൾ മുറിച്ചു മാറ്റേണ്ടതുണ്ട് എന്നൊരു വിവരം നേരത്തെ തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് കൈമാറിയതാണ്. പക്ഷേ അത്തരത്തിലൊരു ശ്രമം ഉണ്ടായില്ല. വൻതോതിൽ വൻ മരങ്ങൾ റോഡിന്റെ ഇരുവശത്ത് പലയിടത്തായി ഉണ്ട്. ഈ മഴ ശക്തമാകുമ്പോൾ അത് വലിയ ആശങ്കയാണ്. അത്തരത്തിൽ ഒരു ആശങ്ക നേരത്തെ തന്നെ പഞ്ചായത്ത് മെമ്പർമാർക്കടക്കം ഉണ്ടായിരുന്നു. അവർ അത് ഉദ്യോഗസ്ഥരെ രേഖാമൂലമൊക്കെ അറിയിച്ചതാണ്. പക്ഷേ മരങ്ങൾ മുറിച്ചു മാറ്റുന്നതിനുള്ള നടപടികൾ ഉണ്ടായില്ല എന്നൊരു കാര്യം കൂടി നേരത്തെ സംസാരിച്ച പഞ്ചായത്ത് മെമ്പർ വ്യക്തമാക്കിയുണ്ടായി. എന്തായാലും അദ്ദേഹത്തിന്റെ ഉൾപ്പെടെ നേതൃത്വത്തിലായിരുന്നു ഇവരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടത്തിയത്. യാത്രക്കാരടക്കം പുറത്തിറങ്ങി ഇവരെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും ഈ കാറിന്റെ മുകളിലേക്ക് പടുകൂറ്റൻ മരം പതിച്ചതിനാൽ ആദ്യഘട്ടത്തിൽ അത് വലിയ വെല്ലുവിളിയായി. അതാണ് ഒരാളുടെ ജീവൻ നഷ്ടമാകാൻ ഇടയാകുകയും ചെയ്തത്. എന്തായാലും ഈ നേര്യമംഗലത്ത് ഏതാണ്ട് 1.5 മണിക്കൂർ മുമ്പാണ് ഈ സംഭവം നടന്നത്. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്കടക്കം അവിടേക്ക് എത്തുകയും രക്ഷാപ്രവർത്തനം നടത്തുകയും ചെയ്യുന്നതിന് വലിയ പ്രതിസന്ധി ഉണ്ടായത്. പ്രദേശത്ത് പലയിടങ്ങളിലും മരങ്ങൾ വീണ് കിടന്നു എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ മറ്റു 3 പേരെയും കോതമംഗലത്തെ ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട്. അവർക്ക് വൈദ്യസഹായം ഉറപ്പാക്കിയിട്ടുണ്ട്. അവരുടെ പരിക്കുകൾ ഗുരുതരമല്ല, ഗർഭിണിയാണ്. KSRTC ബസ്സിൽ സഞ്ചരിച്ച ആർക്കും ഒരു പരിക്കും ഉണ്ടായിരുന്നില്ല അല്ലെ? ബസിന്റെ പിൻഭാഗം തകർന്നതിനപ്പുറത്ത് ആളുകൾക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല.
ഇല്ല, ഈ KSRTC ബസ്സിലുള്ള മുഴുവൻ യാത്രക്കാരും സുരക്ഷിതരാണ്. ബസിന്റെ പിൻഭാഗത്താണ് ഈ മരം പതിച്ചത്. ആ പിൻഭാഗത്തെ സീറ്റുകളും മുകൾ ഭാഗവും ഒക്കെ പൂർണ്ണമായും തകർന്ന ദൃശ്യങ്ങൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. ബസിന്റെ മുൻഭാഗത്തുണ്ടായിരുന്ന മരവും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ എത്തി മുറിച്ചു മാറ്റുകയായിരുന്നു. ആ പിൻ സീറ്റിൽ ആളുകൾ ഉണ്ടായിരുന്നില്ല, യാത്രക്കാരുണ്ടായിരുന്നു. അവർ വളരെ കുറച്ചുപേരായിരുന്നു. അവർ ബസിന്റെ മുൻഭാഗത്തായിട്ടായിരുന്നു ഇരുന്നത് എന്നത് ആശ്വാസകരമാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ പേർക്ക് പരിക്കേറ്റിട്ടില്ല. വലിയൊരു അപകടം ഒഴിവായി എന്നതാണ് അവിടെ ഉണ്ടായിരുന്ന ആളുകൾ പറയുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളിലും വ്യക്തമാണ്. KSRTC ബസിന്റെ പിൻഭാഗം ഒരു ഭാഗം പൂർണ്ണമായും മരം വീണ് തകർന്നിട്ടുണ്ട്. മരം വീണ് കിടക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. ഫയർഫോഴ്സ് എത്തിയാണ് ആ മരവും അവിടെ നിന്ന് നീക്കിയത്. ഈ പ്രദേശത്ത് മുമ്പും ഇത്തരത്തിൽ മരങ്ങൾ കടപുഴകി വീഴുന്നുണ്ട്. പക്ഷെ ഇത്രയും അത് ചെറിയ സംഭവങ്ങളായി ചില്ലയടക്കം വീണ് റോഡ് ഗതാഗതം തടസ്സപ്പെടുത്തുന്നു എന്ന രീതിയിലേക്ക് മാറിയെങ്കിൽ ഇതിപ്പോൾ ആ മരത്തിന്റെ ഒരു വലിപ്പവും ഒക്കെ നമുക്ക് ദൃശ്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാകും. അത്രയും വലിയൊരു മരമായിരുന്നു അത്. കാറിന്റെ മുകളിലേക്ക് പതിച്ചു എന്നുള്ളതാണ് ഈ അപകടത്തിന്റെ വ്യാപ്തി ഇത്രയും വലുതാവാനുള്ളൊരു കാരണമായത്. അതിന് തൊട്ടടുത്ത് തന്നെ മറ്റൊരു മരം കൂടി അടർന്നു വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നും കൂടി പറയുന്നു. ആളുകൾ പറയുന്ന ഈ ഒരു സാഹചര്യം അവിടെ പേടിച്ചിട്ട് വാഹനം ഓടിക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകാൻ പാടില്ലല്ലോ. നിരന്തരം ആളുകൾ പറയുന്നത് കേൾക്കാതെ പോകുന്നത് കൊണ്ടാണ് ഇത്തരം അപകടങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരുന്നത്. അതൊരു പെട്ടെന്നുള്ള ശ്രദ്ധ, ജാഗ്രതയോടെയുള്ള നടപടികൾ ആവശ്യപ്പെടുന്ന സംഭവമാണ് അറിയാം. നേരത്തെ സംസാരിച്ച പഞ്ചായത്ത് മെമ്പറും അവിടെ ഉണ്ടായിരുന്നു. അതായത് തൊട്ട് മുമ്പിൽ ഒരു ബസ്സിൽ സഞ്ചരിച്ചിരുന്ന മനോജ് എന്ന് പറയുന്ന ആളും പഞ്ചായത്ത് മെമ്പർ സൈജേഷ് അടക്കം പറഞ്ഞതും ഇതേ ആശങ്കയാണ്. ഈ മഴക്കാലമാകുമ്പോൾ മണ്ണ് ഇടിച്ചിലടക്കം അവിടെ ഉണ്ടാകുന്നുണ്ട്. ഈ സമയങ്ങളിൽ അതിലൂടെ വാഹനം ഓടിക്കുക എന്നുള്ളത് ഇത്തരത്തിൽ മരങ്ങൾ കടപുഴകി വീഴാനുള്ള ഒരു സാധ്യതയൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട്, അത്തരം അപകട സാധ്യതകൾ കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് ആ പ്രദേശത്ത് കൂടി സഞ്ചരിക്കേണ്ടി വരിക. അത്തരത്തിൽ അപകടം ഒഴിവാക്കാനുള്ള ഒരു ഫലപ്രദമായ ഇടപെടൽ പലപ്പോഴും ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല. അത് വിഷയം ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ഉണ്ടാകുന്നില്ല എന്നൊരു പരാതി കൂടി, എന്നൊരു കാര്യം കൂടി അവർ മുന്നോട്ട് വെക്കുന്നുണ്ട്. അത് പഞ്ചായത്ത് മെമ്പർ അടക്കം മുന്നോട്ട് വെക്കുമ്പോൾ അവർ അതിന്റെ ഇടപെടൽ നടത്തിയിട്ടും അത്തരം ശ്രമങ്ങൾ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് വന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. യാത്രക്കാർ പറയുന്നത് ഒരു ആശങ്കയാണെങ്കിൽ പഞ്ചായത്ത് മെമ്പർ അടക്കം പറയുന്നത് അവർ അത്തരം പരാതികൾ കൊടുത്തിട്ടും ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്നുള്ളൊരു കാര്യം അവർ കൃത്യമായി പറയുകയും ചെയ്യുന്നുണ്ട്. ഇന്നുണ്ടായ സംഭവം അതിലേക്ക് തന്നെയാണ് വിരൽ ചൂണ്ടുന്നത്. ഈ മലയോര മേഖലയിലേക്കുള്ള യാത്ര സംബന്ധിച്ച് ജാഗ്രത പുലർത്തണമെന്നൊരു നിർദ്ദേശം നൽകുന്നുണ്ടെങ്കിലും സാധാരണ വീടുകളിൽ നിന്ന് മറ്റിടങ്ങളിലേക്ക് പോകേണ്ട യാത്രക്കാർ ഇന്നിപ്പോൾ അത്രയും അതിശക്തമായ മഴയും കാറ്റും ഉണ്ടായിരുന്നില്ല. പക്ഷേ കാറ്റുണ്ടായിരുന്നു. ഇത്രയും വലിയ മരം കടപുഴകി വീഴാനും ഉണ്ടായിരുന്നോ എന്ന കാര്യത്തിലൊക്കെ നമുക്ക് അറിയേണ്ടതുണ്ട്. പക്ഷെ അവിടെ കാറ്റും മഴയും ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിൽ പോലുമാണ് ഇത്തരത്തിൽ നിരവധി മരങ്ങൾ റോഡിലേക്ക് കടപുഴകി വീണത് എന്നതുകൂടി ശ്രദ്ധേയമാണ്. എന്തായാലും ഈ സംഭവത്തിൽ ഫയർഫോഴ്സിന്റെ അടക്കമുള്ള ആളുകളുടെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഈ സംഭവത്തിൽ ഒരാളാണ് മരിച്ചത്. മരിച്ച ആളുടെ വയോധികനാണ്. തങ്കമണി സ്വദേശിയായിട്ടുള്ള ജോർജ്, തങ്കമണി സ്വദേശിയാണ്. മറ്റ് പരിക്കേറ്റ പോലീസ് ഉദ്യോഗസ്ഥൻ തങ്കമണി സ്വദേശിയാണ്. അദ്ദേഹത്തിന്റെ ഭാര്യ, അവർ ഗർഭിണിയാണ്. പിന്നെ ഈ അപകടത്തിൽ മരിച്ച ആളുടെ ഭാര്യ കൂടി. അങ്ങനെ ഒരു കുടുംബത്തിലെ 4 പേരാണ് ഈ കാറിൽ ഉണ്ടായിരുന്നത്.